ഹലോ നമസ്കാരം. ക്യൂ ഫോർ ക്വാളിറ്റിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ലപോലെ ഉറങ്ങാൻ പറ്റുക എന്നുള്ളത് അതൊരു ഭാഗ്യമാണല്ലേ? അല്ലെങ്കിൽ ഉറങ്ങാൻ കിടന്ന ഉടനെ തന്നെ ഉറങ്ങാൻ പറ്റുക എന്നുള്ളത് ഇതൊക്കെ ശരിക്കും ഒരു അനുഗ്രഹമാണ്, ഒരു ഭാഗ്യമാണ് അല്ലേ? നമ്മുടെ എല്ലാവരുടെയും പരിചയത്തിൽ ഉണ്ടാവും ചില ആളുകള് ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാലും ഉറക്കം കിട്ടാത്ത ആളുകള് അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് അങ്ങനെ ഒരുപാട് സമയം പോയിട്ട് അവസാനം കുറച്ച് സമയം ഉറങ്ങുന്ന ആളുകള്. ഇത് ശരിക്കും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാലും ഉറക്കം കിട്ടാത്തത് എന്തുകൊണ്ട്? നമുക്ക് പെട്ടെന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാതിരിക്കണം എന്നൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ അധികമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് പ്രോപ്പറായിട്ട് പെട്ടെന്ന് തന്നെ ഉറക്കം കിട്ടുന്നതാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, നമ്മൾ ഉറങ്ങാൻ ആഗ്രഹിക്കുന്ന സമയത്തിന്റെ കുറച്ച് മുമ്പ് നമ്മുടെ കയ്യിലെ മൊബൈൽ ഫോൺ ഒന്ന് താഴെ വെക്കുക. ഇനി ഇത് നാളെ ഉപയോഗിക്കാം എന്ന രീതിയിൽ അതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ വലത് ഭാഗത്തോട്ട് ചെരിഞ്ഞിട്ട് കിടക്കുക. വലത് ഭാഗത്തോട്ട് ചെരിഞ്ഞ് കിടന്നതിന് ശേഷം നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലൊക്കെയുള്ള പ്രാർത്ഥനകളൊക്കെ ഉണ്ടല്ലേ? എല്ലാ മതത്തിൽപ്പെട്ട ആളുകൾക്കും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. ഇങ്ങനെ ഉറങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥനകൾ ചൊല്ലുന്നത് ഒരു ശീലമാക്കി എടുക്കുക. ഇങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. കാലത്ത് നമ്മൾ എഴുന്നേറ്റത് മുതൽ രാത്രി നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. ഓരോരുത്തരുടെയും ഓരോ ദിവസങ്ങൾ എടുത്താൽ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ കാലത്ത് മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങൾ 1 by 1 ആയിട്ട് അതേ ഓർഡറിൽ നമ്മൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുക. വെറുതെ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പാടില്ല. നമ്മുടെ മൈൻഡിനെ നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് ആ ഒരു കാലത്ത് മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ നമ്മൾ 1 by 1 ആയിട്ട് അതാത് ഓർഡറിൽ നമ്മൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ആലോചിച്ചെടുക്കുന്ന സമയം കൊണ്ട് നമ്മൾ ഉറക്കത്തിലോട്ട് വീണിരിക്കും. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് 2 ബെനിഫിറ്റ്സ് ആണ് നമുക്കുള്ളത്. ഒന്ന്, നമ്മൾ ഉദ്ദേശിച്ച സമയം കൊണ്ട് തന്നെ ഏകദേശം നമുക്ക് ഉറങ്ങാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ ഉറക്കത്തിലോട്ട് വീണിരിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഓർമ്മശക്തി നമുക്ക് ഗ്രാജുവലി വർദ്ധിപ്പിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അതായത് ഓരോ ദിവസവും കാലത്ത് മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങൾ 1 by 1 ആയിട്ട് അതാത് ഓർഡറിൽ നമ്മൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ, ഇതൊരു ശീലമാക്കി എടുക്കുമ്പോൾ നമ്മുടെ ഓർമ്മശക്തിയിൽ നല്ല ഒരു മാറ്റം വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്കറിയാം, ഒരുപാട് ആളുകളുണ്ട് പെട്ടെന്ന് ചില കാര്യങ്ങളൊക്കെ മറന്നു പോകുന്ന ആളുകൾ. ഇത്തരക്കാർക്കൊക്കെ ഇത് ശരിക്കും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ശീലങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റട്ടെ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. ഗുഡ് ഡേ.